lot of ships going that direction, just in case. We have a big flotilla going in that direction, and we'll see what happens. We have a big force going toward Iran. I'd rather not see anything happen, but we're watching them very closely. Fleet heading in that direction, and maybe we won't have to use it. We'll see. ഇറാനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട നിലപാടിൽ നിന്ന് ട്രംപ് പതുക്കെ പിറകോട്ട് പോവുകയാണ്. മയപ്പെടുത്തുന്ന തരത്തിലാണ് ഇപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അദ്ദേഹം പറയുന്ന കാര്യം ഇപ്പോൾ ഇങ്ങനെയാണ്: പ്രക്ഷോഭകരെ വധിച്ചാൽ മാത്രം ആക്രമണം എന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ പ്രസ്താവന. യുദ്ധസമാന സംവിധാന സാഹചര്യങ്ങളെല്ലാം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങൾ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതും യുദ്ധക്കപ്പലുകളും പടക്കോപ്പുകളുമായിരിക്കുന്ന എല്ലാ സംവിധാനവും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രസ്താവന ഇറക്കുകയും ചെയ്തു. ആക്രമണമുണ്ടായാൽ സമഗ്രമായിരിക്കുന്ന യുദ്ധമായിരിക്കും തിരിച്ചടിയായിട്ടുണ്ടാവുക എന്നുള്ള ഇറാൻ്റെ പ്രസ്താവന അത്യന്തം ഭയാനകരമായിരിക്കുന്ന പ്രയോഗമാണ് എന്ന് അമേരിക്കയുടെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. തങ്ങൾക്ക് നേരെ ഏതെങ്കിലും ഒരു തരത്തിൽ ആക്രമണം ഉണ്ടായാൽ അത് യുദ്ധമായിട്ട് പരിഗണിച്ചുകൊണ്ടുള്ള തിരിച്ചടിയാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ ഔദ്യോഗികമായിട്ട് തന്നെ പറഞ്ഞു. തങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ്, സന്നദ്ധമാണ്, അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തങ്ങൾ ഒരാളെയും ആക്രമിക്കില്ല, തങ്ങൾക്ക് നേരെ ആക്രമണം വന്നാൽ തങ്ങൾ തിരിച്ചടിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. സർവ്വ മേഖലയിലും തങ്ങൾ തയ്യാറെടുത്തിരിക്കുന്നു. അറബിക്കടൽ വഴി പശ്ചിമേഷ്യയിലേക്ക് യുദ്ധക്കപ്പലുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും നിലവിൽ 1-2 യുദ്ധക്കപ്പലുകൾ എത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു. അമേരിക്കയുടെ നാവികസേനയുടെ വിമാനവാഹിനി കപ്പൽ മെഡിറ്ററേനിയൻ കടലിൽ തയ്യാറായിരിക്കുന്നു എന്ന റിപ്പോർട്ടും ഇതിനോടനുബന്ധിച്ച് പുറത്തു വന്നതാണ്. അതോടൊപ്പം തന്നെ ഇസ്രായേലിലും ഖത്തറിലും മിസൈൽ പ്രതിരോധ സംവിധാനത്തെ സ്ഥാപിച്ചിരിക്കുന്നു. അതിനെ നിരീക്ഷിക്കാൻ വേണ്ടി 1000-ഓളം സൈനികരെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേകമായ രീതിയിൽ തയ്യാറെടുപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ വിഷയം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഉള്ള വിഷയത്തിൻ്റെ ഒരു കാതലായിരിക്കുന്ന ഒരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് പല മീഡിയകളിലും കാണാത്തതാണ്. അഥവാ ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയോടുകൂടി വീക്ഷിച്ചാൽ അത് കാണാൻ വേണ്ടി സാധിക്കും. പ്രക്ഷോഭകരെ വധിച്ചാൽ തങ്ങൾ ആക്രമിക്കും എന്നുള്ള പ്രയോഗമാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു വിഷയം വരുന്നത് ആരാണ് പ്രക്ഷോഭകർ എന്നുള്ളതാണ്. അറേബ്യൻ മീഡിയയിലെ ഒരു പത്രക്കുറിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ ആരാണ് പ്രക്ഷോഭകർ എന്ന് അതിൽ പരാമർശിക്കുന്നുണ്ട്. അതൊരു ഔദ്യോഗിക ഗവൺമെൻറ് നിലപാടൊന്നും അല്ലെങ്കിൽ പോലും ആ പ്രക്ഷോഭകാരികൾ ആരാണ് എന്നതിൻ്റെ ഭാഗത്തിങ്ങനെ പറയുന്നു. ഏകദേശം മൊസാദിൻ്റെ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ അനുഭാവികളിൽപ്പെട്ട 1000-ഓളം പേരെങ്കിലും നിലവിൽ ഇറാൻ്റെ സായുധ സേനയുടെ കസ്റ്റഡിയിലുണ്ട്. ഇതിൽ അമേരിക്കയുടെ അനുഭാവികളുമുണ്ട്, അല്ലെങ്കിൽ അമേരിക്കൻ പൗരന്മാരും ഉണ്ട് എന്നും പറയപ്പെടുന്നു. അതൊന്നും സ്ഥിരീകരിക്കാത്തതാണ്. അമേരിക്കയുടെ പൗരന്മാർ ഇപ്പോൾ അവിടെ കയറിയിട്ട് പ്രക്ഷോഭം ഉണ്ടാക്കും എന്ന രീതിയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ നമുക്കൊന്നും തള്ളാൻ വേണ്ടി സാധിക്കുകയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ യൂണിഫോം ധരിച്ചുകൊണ്ട് ഗസക്കെതിരെ യുദ്ധം ചെയ്തതിൽ അമേരിക്കയുടെ സൈനികർ ഉണ്ടായിരുന്നു എന്ന് ഹമാസ് ആരോപിച്ചിരുന്നു. അതിന് തെളിവുകൾ അവർ ഹാജരാക്കിയിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ മൊസാദിന് അനുകൂലമായിരിക്കുന്ന വലിയൊരു സംവിധാനത്തെ സൃഷ്ടിക്കുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ട് ഇറാൻ്റെ അകത്ത്. അതിൻ്റെ ആദ്യത്തെ ഘട്ടമായിരുന്നു ഇറാൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിൽ 40-ലധികം മൊസാദിൻ്റെ ആളുകളെ 300-ലധികം മൊസാദിൻ്റെ ആളുകളെ പിടികൂടി 40-ലധികം ആളുകളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി. അതിനു മുൻപ് ഇസ്രായേൽ മധ്യസ്ഥർ മുഖാന്തരം ചില നിർദ്ദേശങ്ങൾ ഇറാന് മുമ്പിൽ വെച്ചു. അഥവാ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം, ഈ മൊസാദ് സംഘത്തിൽപ്പെട്ട ഈ വിഭാഗത്തെ തങ്ങൾക്ക് വിട്ടുതരണം. അതിൽ പാരിതോഷികമായിട്ടോ സാമ്പത്തികമായിട്ടോ എന്തെങ്കിലും നിർദ്ദേശ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. അതിന് ഇറാൻ നൽകിയിരിക്കുന്ന മറുപടി മൃതദേഹം പോലും വിട്ടു നൽകില്ല എന്നുള്ളതാണ്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ മൊസാദിൻ്റെ രഹസ്യമായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇറാന് സാധിച്ചു. ഈ 1000-ഓളം പേരെ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് വധശിക്ഷ നടപ്പിലാക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശിക്ഷാവിധികൾ നടപ്പിലാക്കുന്ന പ്രവർത്തനമോ അല്ല
യഥാർത്ഥത്തിൽ ഇറാൻ ചെയ്യുന്ന ഓരോ വ്യക്തികളെയും കൃത്യമായി ചോദ്യം ചെയ്തുകൊണ്ട് അവർക്ക് ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ വെക്കുന്ന സമയത്ത് ഈ പിടിക്കപ്പെട്ടവരിൽ ഈ ഇസ്രായേലി ഗവൺമെൻറ്റുമായി നേരിട്ട് ബന്ധമുള്ളവർ ഉണ്ട് എന്ന് പോലും പറയപ്പെടുന്നു. അതായത് സംഘം തന്നെയല്ല, സംഘത്തിനും കമാൻഡർമാരുണ്ടാവും, നേതൃത്വം കൊടുക്കുന്നവരുണ്ടാവും, നിരീക്ഷിക്കുന്നവരുണ്ടാവും, ശ്രദ്ധിക്കുന്നവരുണ്ടാവും. ഈ വിഭാഗത്തിൽപ്പെട്ടവരെയും പിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇറാനെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, ഈ സംഘത്തിൽപ്പെട്ട, അതായത് മൊസാദ് സംഘത്തിൽപ്പെട്ട 1000 പേരെ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സംഘത്തിൽപ്പെട്ട 500 പേർക്കോ അതല്ലെങ്കിൽ നല്ലൊരു ശതമാനം ആളുകൾക്കോ വധശിക്ഷ നടപ്പിലാക്കിയാൽ ഇസ്രായേലിനുള്ള പ്രശ്നം എന്ന് പറയുന്നത് അവർ വധിക്കപ്പെടുന്നത് കൊണ്ടുള്ള പ്രശ്നമല്ല, പകരം മൊസാദ് സംവിധാനത്തിലേക്ക് ആളുകൾ റിക്രൂട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഇസ്രായേൽ പരാജയപ്പെടും. അതാണ് പ്രധാനമായിരിക്കുന്ന വിഷയം. ഇവരെല്ലാ കാലത്തും ചാരസംഘമായിട്ടും ഒറ്റുകാരായിട്ടും രാജ്യത്തിൻ്റെ രഹസ്യം ചോർത്തിക്കൊണ്ട് ഭീഷണിപ്പെടുത്തി ഭരണം നടത്തുന്ന സംവിധാനമാണ് എല്ലാ കാലത്തും ഇസ്രായേലും അമേരിക്കയും ചെയ്യാറുള്ളത്. പ്രത്യേകിച്ച് ഇസ്രായേൽ, അമേരിക്ക പിന്നെ വലിയ രാഷ്ട്രമായ സംവിധാനമൊക്കെ ആയതുകൊണ്ട് പിന്നെ അവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇസ്രായേൽ ചെയ്യാറുള്ളത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ മൊസാദിനെ തിരിച്ചറിയാൻ ഒരിക്കലും പല ഘട്ടത്തിലും പല രാജ്യങ്ങൾക്കും സാധിക്കാറില്ല. ഇറാനിൽ അങ്ങനെയല്ലായിരുന്നു. ഇറാനിൽ എന്ത് ചെയ്തു? ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് ശേഷം ഒരു രഹസ്യമായിരിക്കുന്ന ഒരു സംവിധാനം തന്നെ ഫോം ചെയ്തുകൊണ്ട് അവർ സാധാരണക്കാരുടെ വേഷം ധരിച്ചുകൊണ്ട് അതീവമായിരിക്കുന്ന രഹസ്യത്തോടു കൂടി രാജ്യാന്തര വിഷയങ്ങളൊക്കെ രാജ്യത്തിൻ്റെ അകത്തുള്ള വിഷയങ്ങളൊക്കെ അന്വേഷിക്കുകയും കണ്ടുപിടിക്കുകയും ചെയ്തതിൽ ഈ പ്രക്ഷോഭം നടത്തിയവർക്ക് നേതൃത്വം നൽകുന്നത് അല്ലെങ്കിൽ പിന്നാമ്പുറം പ്രവർത്തിച്ചത് മൊസാദാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. ആദ്യം പ്രതികരിച്ച അദ്ദേഹമാണ്. അദ്ദേഹം പറഞ്ഞത് ഇതിൻ്റെ പിന്നിൽ വിദേശ ശക്തികളുണ്ട്, അഥവാ ഇസ്രായേലും അമേരിക്കയും നേരിട്ട് നേതൃത്വം കൊടുക്കുന്ന പ്രക്ഷോഭമാണ് രാജ്യത്ത് നടന്നത് എന്ന് ചുരുക്കം. അതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല, കാരണം അവരുടെ കയ്യിൽ തെളിവുകളുണ്ടായിരുന്നു. അപ്പോൾ ഈ മൊസാദ് സംഘത്തിൽപ്പെട്ട ആളുകളെ പരസ്യമായി വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്ന ഒരു സ്ഥിതി വന്നാൽ ഇസ്രായേലിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ അരങ്ങേറും. എന്താണോ ഇറാനിൽ നടന്നത് സമാനമായിരിക്കുന്ന രീതിയിൽ പ്രക്ഷോഭം ഇസ്രായേലിൻ്റെ അകത്തും അരങ്ങേറും. അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ബന്ദികളുമായി ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ അകത്ത് വലിയ പ്രക്ഷോഭ സമരങ്ങളൊക്കെ ഇസ്രായേലിൻ്റെ അകത്ത് ഉണ്ടായത് നമുക്കറിയാം. 200-ലധികം ബന്ദികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഇസ്രായേലിനകത്ത് ആരംഭിച്ചത് അവർ രാജ്യമുണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ്. അപ്പോൾ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ബന്ധപ്പെട്ടവരാണ് ഏറെക്കുറെ 90% ഇസ്രായേലിലെ ജൂതന്മാർ. അപ്പോൾ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം നടത്തുക, സമരം നടത്താൻ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമുള്ള കാര്യമല്ല. ഇപ്പോഴും പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല, അഥവാ ഇസ്രായേലിനെ ആക്രമിക്കില്ലെന്ന് ഇപ്പോഴും ഹമാസ് പറഞ്ഞിട്ടില്ല, മറ്റ് പ്രോക്സി വിഭാഗങ്ങൾ പറഞ്ഞിട്ടില്ല. സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ ഭയപ്പാട് ഇസ്രായേലി ജനങ്ങൾക്ക് ആകപ്പാടെ ഉണ്ട്, മൊത്തത്തിലുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇസ്രായേൽ സർക്കാരിന് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന ഉത്തരം. അപ്പോൾ മൊസാദ് സംഘത്തെ കൂട്ടത്തോടു കൂടി വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഇറാൻ്റെ അകത്ത് വന്നുപെട്ടാൽ പിന്നീട് ആ സംഘം തകർന്നു പോകും. ബിൽഡിങ്ങുകളുടെ സമുച്ചയത്തിൻ്റെ മധ്യയാണ് മൊസാദിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. 10 നില ബിൽഡിംഗ് ആണ് എന്നാണ് കരുതപ്പെടുന്നത്. അതിൻ്റെ മധ്യത്തേക്കാണ് ഇറാൻ മിസൈൽ ഇടുകയും അത് തകരുകയും ചെയ്തു. അതിൻ്റെ സിംഹഭാഗം തകരപ്പെട്ടു എന്നുള്ളതാണ്. അതിൻ്റെ മേധാവികൾ കൊല്ലപ്പെട്ട റിപ്പോർട്ടും അന്ന് പുറത്തു വന്നിരുന്നു. എന്നാൽ അത് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ല. പിന്നീട് അത് സ്ഥിരീകരണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വന്നത് സാറ്റലൈറ്റ് ചിത്രത്തിൻ്റെ തെളിവ് അടിസ്ഥാനത്തിലാണ് പിന്നീട് അത് വരാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം. അപ്പോൾ യുദ്ധത്തിന് വലിയ തയ്യാറെടുപ്പ് സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് അമേരിക്ക അതിൻ്റെ എല്ലാവിധ സജ്ജീകരണ കാര്യങ്ങളും പൂർത്തീകരിച്ചിരിക്കുന്നു. പല രാജ്യങ്ങളോടും തങ്ങൾക്ക് പിന്തുണ നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാമ്പത്തിക അല്ല ഉദ്ദേശിച്ചത്, പിന്തുണ എന്നുള്ളതാണ് പ്രധാനമായിരിക്കുന്ന വിഷയം. എന്നാൽ ഒരു രാജ്യവും ഇറാൻ ആക്രമിക്കുന്നതിന് പിന്തുണ നൽകിയിട്ടില്ല എന്നുള്ളത് അമേരിക്ക ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. അറബ് രാജ്യങ്ങൾ നൽകിയിട്ടില്ല, യൂറോപ്യൻ രാജ്യങ്ങൾ നൽകിയിട്ടില്ല, അതോടൊപ്പം തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങൾ നൽകിയിട്ടില്ല. ഇറാൻ ആക്രമിക്കരുത്, തങ്ങൾ പിന്തുണയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു രാജ്യം മുന്നോട്ട് വരാത്തത് അമേരിക്കയ്ക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. സാധാരണഗതിയിൽ അമേരിക്കയെ പിന്തുണക്കുന്ന അല്ലെങ്കിൽ അമേരിക്കയുമായിട്ട് സഖ്യം ചേരുന്ന രാജ്യങ്ങളൊക്കെ അമേരിക്ക എന്തൊരു പ്രവൃത്തി ചെയ്താലും അതോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇപ്പോൾ അതുണ്ടായിട്ടില്ല എന്നുള്ളത് അവർക്ക് വലിയ രീതിയിൽ നിരാശ ഉണ്ടാക്കുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഈ മേഖലയിൽ യുദ്ധം തുടങ്ങിയാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ, അതിൻ്റെ പ്രയാസവും അനുഭവിക്കുക യഥാർത്ഥത്തിൽ അമേരിക്കയല്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം യുദ്ധക്കപ്പലിൽ നിന്നാണ് മിസൈൽ ആക്രമണം നടക്കുന്നത്. യുദ്ധക്കപ്പലിൽ നിന്നാണ് യുദ്ധവിമാനം ഉയർന്നു വന്നുകൊണ്ട് ബോംബിടുന്നത് ഇറാൻ്റെ അകത്ത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവരുടെ ഭൂപ്രദേശത്ത് നിന്നല്ല അവർ ചെയ്യുന്നത്, അവർ കടലിൽ നിന്നാണ് ചെയ്യുന്നത്.
തിരിച്ചടി ഉണ്ടാവും അവരുടെ മേഖലയിലേക്ക്, അത് അവസാനമാണ്. പക്ഷേ അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്ന നേരെ ഇസ്രായേലാണ്. പിന്നെ ഖത്തർ പോലെയുള്ള അമേരിക്കയുടെ എയർബേസ് എവിടെയൊക്കെ ഉണ്ടോ ഗൾഫ് രാജ്യത്ത് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തും. അപ്പോൾ ആ രാജ്യത്തിനും അത് പ്രയാസമായി. ആ രാജ്യത്തിലുള്ള അമേരിക്കൻ സൈനിക ബേസിനെ നിയന്ത്രിക്കുന്ന, ശ്രദ്ധിക്കുന്ന, സൂക്ഷിക്കുന്ന സൈനികർക്കും പ്രശ്നമായി. അങ്ങനെ ആഗോള തരത്തിൽ അത് വ്യാപകമായിരിക്കുന്ന ഒരു വിഷയത്തിലേക്ക് എത്തുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുക എന്നുള്ളത് ട്രംപിന് അറിയാം. അതുകൊണ്ട് തുടങ്ങിയതിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റൂല, നിർത്തിവെക്കാനും പറ്റൂല, പിന്മാറാനും പറ്റൂല. അങ്ങനത്തെ ഒരു പ്രതിസന്ധിയിലുണ്ടായി. ഒന്നുകൂടി അവർക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായ സമയത്ത് യമനിലെ ഹൂത്തികളോട് നേർക്കുനേരെ മുഖാമുഖം ഏറ്റുമുട്ടി പരാജയപ്പെട്ട രാജ്യം കൂടിയാണ് അമേരിക്ക. അവർ പിന്നെ ഒമാൻ്റെ നേതൃത്വത്തിലാണ് മധ്യസ്ഥ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് പ്രശ്നം ലഘൂകരിക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്ത് യുദ്ധം ചെയ്ത് ജയിക്കാത്ത രാജ്യമാണ് അമേരിക്ക എന്ന് അന്നത്തെ യമനെ പത്രമൊക്കെ പ്രാധാന്യത്തോടു കൂടി തന്നെ വന്നിട്ടുണ്ട്. ആരുമായിട്ടാണ് യുദ്ധം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിരിക്കുന്ന അമേരിക്കയോട് ഈ 47 അതിൻ്റെ എത്രയോ താഴെ നിൽക്കുന്ന സൈനിക ബലത്തിൽ അത്രയും താഴെ നിൽക്കുന്ന യമൻ എന്ന് പറയുന്ന രാജ്യത്തോട്ട്. മാത്രമല്ല യമൻ എന്നവർ സർക്കാരിൻ്റെ ഔദ്യോഗികപരമായിരിക്കുന്ന സംഘമല്ല അമേരിക്കയുമായി ഏറ്റുമുട്ടിയതല്ല അമേരിക്ക ആക്രമിച്ചത്. അവിടെ പ്രവർത്തിക്കുന്ന മിലിഷ വിഭാഗമായ ഹൂത്തി എന്ന് പറയുന്ന ഷിയ വിഭാഗമാണ് ഇതിനെതിരെ അമേരിക്കക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ട് അല്ലെ ആക്രമണം നടത്തിക്കൊണ്ട് വിജയിച്ചത് എന്നുള്ളതും അമേരിക്കയ്ക്ക് നാണക്കേട് ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. നിരന്തരം അമേരിക്കയുടെ കപ്പലിനെ ആക്രമിക്കുന്ന സമയത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധം പ്രയാസമായ സമയത്താണ് കരാറാവാം എന്ന് പറഞ്ഞത്. ഇതെല്ലാം ഇതിനെ സാരമായിട്ട് ബാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, യുദ്ധത്തിൽ നിന്ന് പതുക്കെ ഈ അമേരിക്കയ്ക്ക് ഇളവ് വരാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം അവരുടെ ഏരിയകൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിക്കുകയില്ല എന്നുള്ളത് അവർക്ക് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.